നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണ്. വെള്ളയമ്പലം ജംഗ്ഷനിലുള്ള വയലാറിൻ്റെ പ്രതിമയിൽ നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നും 180 മീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നത് ആൽത്തറ ജംഗ്ഷനിലുള്ള പി ഭാസ്കരൻ മാഷുടെ പ്രതിമയുടെ അടുത്തേക്കാണ്. ആ 180 മീറ്റർ ദൂരമാണ് മാനവീയം വീഥി എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ തന്നെ ആദ്യ നൈറ്റ് ലൈഫ് സ്പോട്ട്. ഇവിടെ വൈബാണ്, ചില്ലാണ് കാര്യങ്ങൾ. അതിനൊപ്പം തന്നെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒത്തുചേരലിൻ്റെ ആളുകളുടെ സുഹൃത്തുക്കളുടെ പ്രിയപ്പെട്ട ഒരിടമായി മാറിക്കഴിഞ്ഞു മാനവീയം വീഥി. നമുക്ക് ട്രിവാൻഡ്രംകാർക്ക് അഭിമാനിക്കാം അല്ലേ? നമുക്കൊരു മാനവീയം ഇങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഇങ്ങനെ ഒരു പ്ലേസ് ഉള്ളത് എന്തുകൊണ്ട് നല്ലതാണ്. മാനവീയ വീഥിയുടെ പ്രത്യേകതയാണ് ഷീ സ്പേസ്. പഞ്ചമി പെണ്ണിടം എന്ന നാമകരണം ചെയ്തിരിക്കുന്ന അവൾക്കായുള്ള ഒരിടം. ചരിത്രത്തിൽ നമ്മെ കടന്നുപോയ പല മനുഷ്യന്മാരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ സ്ഥലം. പണ്ടത്തെ കാലം ഇപ്പോൾ എല്ലാ തരത്തിലും, അതായത് കൊച്ചു കുട്ടിയിൽ നിന്ന് അങ്ങേയറ്റമുള്ള ആളുകൾ വരെ ഇപ്പോൾ വന്ന് നൈറ്റ് ലൈഫ് ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഇത്രയും തിക്കും തിരക്കും നിറഞ്ഞ നമ്മുടെ ഈ സിറ്റിക്കകത്ത് ഈ ഒരു സ്പേസ് നവകേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടും പിന്നെ നമ്മുടെ ഈ മേയറും അങ്ങനെ കുറേ ചിലവാക്കിയിട്ട് ഇപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു വൈബാണ്. വൈബിങ്ങും ചില്ലിങ്ങും കറങ്ങിയെടുക്കലും മാത്രമല്ല മാനവീയം വീഥിയിൽ ചില സമാധാനകാംക്ഷികൾക്ക് വന്നിരിക്കാനും വായിക്കാനുമുള്ള ഒരു നിർമ്മാണ തണൽ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളം ആകെ അങ്ങ് മാറണം. പുറത്തുനിന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും അത് തോന്നണം. കേരളത്തിൽ വന്നാൽ തിരിച്ചു പോകാൻ പാടില്ല. എത്രയോ എൻ്റെ പുറത്തുള്ള ഇഷ്ടംപോലെ കൂട്ടുകാർ പറയുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് വന്നാൽ ഇവിടെ അത്രയ്ക്കും അടിപൊളിയാണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. യൂറോപ്യൻ രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഫുട്പാത്ത് അടക്കമുള്ള സൗകര്യങ്ങൾ മാത്രമല്ല, കേരളത്തിൻ്റെ സ്വന്തം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ അടക്കം നിരവധി കലാസൃഷ്ടികളുമുണ്ട് ഈ മാനവീയം വീഥിയിൽ. 30 വർഷത്തിന് ശേഷമാണ് നൈറ്റ് ലൈഫ് ഇവിടെ ആരംഭിച്ചത്. നൈറ്റ് ലൈഫിന് ശേഷമാണ് നിങ്ങളെ പോലെയുള്ള മ്യൂസിക് ബാൻഡ്സിന് കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്, ആളുകളുടെ ഇടയിൽ പാടാൻ പറ്റുന്നതും. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കിക്കാണുന്നത് വളരെ സന്തോഷമാണ്. ഇവിടെ വന്ന് ചെയ്യണേൽ ഞങ്ങൾ നിത്യവും 7:30 വരും, 10 മണി വരെ, കൃത്യം 10 മണിക്ക് നിർത്തും. അതിൽ 1 മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് 10-12 വർഷമായി. നമ്മളിവിടെ ഓരോരുത്തരെ പാട്ടുകാർ എല്ലാം വന്ന് സഹകരിക്കുകയെല്ലാം ചെയ്ത് പിന്നെ മറ്റുള്ളവർക്കും പാട്ടിന് അവസരം കൊടുക്കുകയും. പി ഭാസ്കരൻ മാഷിൻ്റെ പ്രതിമയാണിത്. ഇവിടെയാണ് മാനവീയം വീഥി അവസാനിക്കുന്നത്. പക്ഷേ മാനവീയം വീഥി തുറന്നിട്ട വികസനത്തിൻ്റെ വാതായനം അത് ഇവിടെ മുതൽ തുറക്കുകയാണ്. വോട്ട് യാത്രയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.